Hello guys, welcome to the channel. Please subscribe to this channel. ഇന്ന് നമുക്ക് മുള്ളങ്കി കൊണ്ടൊരു വിഭവം ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പൊറോട്ട പോലത്തെ ഒരു സംഭവമാണ്. ചപ്പാത്തി പോലെ തന്നെ, പക്ഷെ അത് മുള്ളങ്കി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് റെസിപ്പി നോക്കാം. ഈ ഡിഷിനെ മൂലി പൊറോട്ട എന്നാണ് വിളിക്കുക. മുള്ളങ്കീനെ ഹിന്ദിയിൽ മൂലി എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇതുണ്ടാക്കാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അതേപോലെ തന്നെ 2 മുള്ളങ്കി എടുത്ത് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റണം. ആ വെള്ളം എടുത്ത് വെച്ചോളൂ, ആവശ്യം വരും. ഇതിലേക്ക് ഇനി ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ മാങ്ങാപ്പൊടി അല്ലെങ്കിൽ ചാറ്റ് മസാല ആയാലും മതി. പിന്നെ അയമോദകവും വേണം. നമുക്ക് വേണ്ടത് ഉള്ളി, മുളക്, ഇഞ്ചി, മല്ലിയില. ഇഞ്ചി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സ് ആക്കുക. ഇതിൽ എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മുള്ളങ്കിയിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുപോലെ തന്നെ നമുക്കിനി വെള്ളം ഒഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളങ്കീൻ്റെ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തൂളിച്ച് കൊടുത്തിട്ട് കുഴച്ചാൽ മതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നന്നായിട്ട് അതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് നന്നായി കുഴയ്ക്കാൻ പറ്റും. ഈ പറാത്ത 2 ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇത് നീ നന്നായി ഗോതമ്പ് മാവിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുക്കുക. ഈ റെസിപ്പി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണവർക്ക് പറ്റിയുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അവരൊന്നും ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത പിള്ളേരും ഉണ്ടാവും. അവർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ചൂടുന്ന പോലെ തവയിലിട്ടിട്ട് ചൂടാക്കുക. ഇതിൽ വേണമെങ്കിൽ നെയ്യോ എണ്ണയോ അതൊക്കെ തൂളി കൊടുക്കാം. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയും നെയ്യും ഒക്കെ അവോയ്ഡ് ചെയ്യാം. വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ നല്ല ഇതായിട്ട് ചുട്ടെടുക്കുക. ഇതിലിട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമ്മുടെ മൂലി പൊറാത്ത റെഡിയായി. ഇതിൻ്റെ ഒപ്പം സൈഡായിട്ട് തൈരും അച്ചാറുമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.